ഇന്ന് നമ്മൾ ചാനൽ തുറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗമെങ്കിലും ബലാത്സംഗങ്ങൾക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുകയാണ്. അവിടെ ബലാത്സംഗം ചെയ്തു, ഇവിടെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ മന്ത്രി ബലാത്സംഗം ചെയ്തു, MLA ബലാത്സംഗം ചെയ്തു. ഈ രീതിയിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ മാറിയിട്ട് ബലാത്സംഗ വാർത്ത വായിക്കുന്നതിലാണ് എല്ലാ വ്യക്തികൾക്കും ഇപ്പോൾ താല്പര്യമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് കേൾക്കാനാണ് താല്പര്യമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണെന്നത് അറിയില്ല. ഏതായാലും നമ്മളുടെ ഒരു മാനസിക വൈകല്യമാണ് ഈ ബലാത്സംഗം എന്ന് അതെങ്ങനെ നടന്നു അതിനെക്കുറിച്ചുള്ള വാർത്ത വായിച്ച് ഒരു തുടർക്കഥ പോലെ അത് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ജനങ്ങൾക്കെല്ലാം വളരെയധികം താല്പര്യം കാണുന്നുണ്ട്. ഇതൊരു വൈകൃതം തന്നെയാണ്. ഇനി അടുത്തത്, ഈ ബലാത്സംഗം എന്ന് പറഞ്ഞ് ഇന്ന് പത്രങ്ങളിലും ചാനലിലും മറ്റും കാണപ്പെടുന്ന മിക്ക ബലാത്സംഗങ്ങളും വാസ്തവത്തിൽ ബലാത്സംഗമല്ല, നിയമപരമായി മാത്രം അത് ബലാത്സംഗമാണ്. ഇനി ബലാത്സംഗത്തിൻ്റെ കാര്യത്തിൽ ബലം പ്രയോഗിക്കപ്പെടാത്ത കാര്യങ്ങൾ പോലും, സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക വീഴ്ച പോലും, അതായത് സാധാരണ സംഘം പോലും ബലാത്സംഗമായി വ്യാഖ്യാനിക്കപ്പെടുകയും പോലീസിന് ആ രീതിയിൽ കേസെടുക്കുവാൻ പറ്റുന്നതുമായ ഒരു നിയമവ്യവസ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ നിയമവ്യവസ്ഥിതി പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം പിടിച്ച ഒന്നാണ്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാഘാതം ഉണ്ടാക്കുന്നതെന്നാണ്. ഏത് സാധാരണ സംഘത്തെയും ഏത് സമയത്തും എപ്പോഴും ബലാത്സംഗമാക്കി മാറ്റുവാൻ കഴിയും. അതുമാത്രമല്ല, ബലാത്സംഗം നടക്കപ്പെടുന്നതിന് നൽകിയിരിക്കുന്ന നിർവചനങ്ങളിൽ പലതും കാലഹരണപ്പെട്ടതാണ്. എന്നാൽ നിയമം അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ എന്താണ് ബലാത്സംഗം, അഥവാ പുരുഷൻ മാത്രമാണോ ബലാത്സംഗം ചെയ്യുന്നത്, സ്ത്രീകൾ പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യാറുണ്ടോ എന്നുള്ള വിഷയത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് ഏത് രൂപത്തിലാണെന്നും എന്തൊക്കെയാണെന്നും നിയമപരമായി അത് നിലനിൽക്കുന്നതാണോ, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. സാധാരണഗതിയിൽ ബലാത്സംഗം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി അവളുടെ യാതൊരു സമ്മതവുമില്ലാതെ അവളെ ബലാത്സംഗം ചെയ്യുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന ബലാത്സംഗ കേസുകളിൽ യോനിക്കുള്ളിലേക്ക് ലിംഗം കടന്നാൽ മാത്രമേ അത് ബലാത്സംഗമായി കണക്കിലാക്കപ്പെട്ടിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. യോനിക്കുള്ളിലേക്ക് കടക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ പോലും ബലാത്സംഗമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നുണ്ട്. നിയമപരമായി അതിനെ ബലാത്സംഗം എന്ന കേസിലാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി, ഭീഷണിക്ക് വഴങ്ങി ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുക, അതായത് തൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും കൊലപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ മാനഹാനി വരുത്തുമെന്നോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാക്കുക. ആ ഭീഷണി വഴിക്ക് ഈ സ്ത്രീയെ വശമതിയാക്കുകയും ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുക. അതാണ് രണ്ടാമതൊന്ന് വരുന്നത്. ഇനി അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്. ഈ ബലാത്സംഗത്തിന് പറയുന്നത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുക, അതിനുശേഷം ലൈംഗിക ബന്ധത്തിലേർപ്പെടുക. അങ്ങനെ ചെയ്യുന്നതും ബലാത്സംഗമായിട്ടാണ് കണക്കിലാക്കപ്പെടുന്നത്. മിക്കപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ, അതായത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ, മറ്റേ നിയമപരമായിട്ട് ഇതൊക്കെ ബലാത്സംഗമായിരിക്കാം, ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ബലാത്സംഗം എന്നൊരു വാക്കിന് ഒരു സ്ത്രീക്ക് യാതൊരു കാരണവശാലും ഇഷ്ടമല്ലാതിരിക്കുകയും എന്നാൽ ആ ഇഷ്ടമല്ലാത്ത സ്ത്രീയെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി അവരുടെ യോനിക്കുള്ളിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ അതിന് സമാനമായ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നതിനെയാണ് വാസ്തവത്തിൽ ബലാത്സംഗമെന്ന് നാം നിർവചിക്കേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. നിയമം അതല്ല പറയുന്നത്. ശാസ്ത്രീയമായിട്ട്, അതായത് ബയോളജിക്കലി നോക്കുകയാണെങ്കിൽ അത് മാത്രമാണ് ബലാത്സംഗമായി കണക്കിലെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നിയമത്തിൽ കാണിച്ചിരിക്കുന്ന മറ്റു ബലാത്സംഗങ്ങളൊക്കെ, ഉദാഹരണത്തിന് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു, അവിടെ ബലം പ്രയോഗിക്കപ്പെടുന്നില്ല. ആ ബലം പ്രയോഗിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ അതിനെതിരെ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അത് വിശ്വാസവഞ്ചനയ്ക്കാണ് കേസെടുക്കേണ്ടത്, അതല്ലാതെ ബലാത്സംഗത്തിനല്ല. എവിടെയാണ് ബലം പ്രയോഗിക്കപ്പെട്ടത്? രണ്ട് കൂട്ടരും പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. അതിനുശേഷം, ഇങ്ങനെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷം തൻ്റെ കാര്യം സാധിക്കാതെ വരുമ്പോൾ അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കുകയും വർഷങ്ങൾക്ക് ശേഷം പോലീസ് കേസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രതി അഥവാ ഈ പുരുഷൻ പ്രതിയാകുകയും പുരുഷനകത്താകുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം
പുരുഷനെ പ്രതിക്കൂട്ടിലാക്കാൻ ഏത് സ്ത്രീക്കും കഴിയുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതകാലത്തിൽ 10 or 60 വയസ്സായ ഒരു വ്യക്തി പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധമല്ല മറ്റേതെങ്കിലും രൂപത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ, അത് ഏത് പ്രായത്തിലാവട്ടെ, ചിലപ്പോൾ 10-30 വർഷം മുമ്പുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ആ സ്ത്രീ കൊണ്ടുപോയി ഇപ്പോൾ പരാതി കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ ജയിലിനുള്ളിലാക്കാൻ അഥവാ നിങ്ങളെ റിമാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമവ്യവസ്ഥിതിയാണ് ഇന്നുള്ളത്. ഈ നിയമവ്യവസ്ഥിതി തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇതിനൊരു ടൈം ലിമിറ്റ് വയ്ക്കേണ്ടതുണ്ട്. അതായത് 18 വയസ്സിൽ പുരുഷന് 18 വയസ്സായിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ, അതായത് 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അത് പോക്സോ കേസിലാണ് വരിക. അതായത് പുരുഷന് 18 വയസ്സുണ്ട്, പെൺകുട്ടിക്ക് 17 വയസ്സുണ്ട്. ഒരു 10-30 വർഷം കഴിഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് വിചിത്രമായ നിയമമാണത്. അതിനൊക്കെ ഒരു ടൈം ലിമിറ്റ് വെക്കേണ്ടതുണ്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നിയമപരമായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ പാർലമെൻറ്റിലും നിയമസഭയിലും ഉണ്ടാക്കുന്ന നിയമങ്ങളാണല്ലോ പ്രാവർത്തികമാകുന്നത്. അതിന് മാറ്റം വരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഇന്നും നിലവിലുള്ളത്. ഈ സ്ത്രീകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന നിയമവ്യവസ്ഥ വരുന്നുണ്ട്. ഈ രീതിയിൽ പുരുഷന്മാരെ ക്രൂശിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമായി മാറുന്നു. ഇനി മറ്റൊരു ചോദ്യം, സ്ത്രീകൾ പുരുഷനെ ബലാത്സംഗം ചെയ്യാറില്ലേ? അതൊന്നും നിയമവ്യവസ്ഥയിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് പോക്സോ കേസിൽ വന്നപ്പോൾ ഒരു 2-3 കേസുകളുടെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ആ കേസുകളിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിയമ ഇത് വന്നിട്ടുണ്ട്. കാരണം 30 വയസ്സായ ലൈലാബി മോഗിയ എന്ന ഒരു സ്ത്രീ രാജസ്ഥാനിലുള്ള സ്ത്രീയാണ്. അവർ 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ജയ്പൂരിലേക്ക് കൊണ്ടുപോയി. അവരുടെ ജില്ലയിൽ നിന്ന് വളരെ ദൂരെയാണത്. ജയ്പൂരിലേക്ക് കൊണ്ടുപോയി ആ ആൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് ചിലപ്പോൾ മദ്യം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതൊക്കെ കേസിൻ്റെ ബലത്തിന് വേണ്ടി ചേർത്തതായാം. ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ഇവർ നേരെ ജയ്പൂരിലേക്ക് പോകുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവസാനം കോടതി വിധി വന്നപ്പോൾ ഈ സ്ത്രീക്ക് 20 വർഷം കഠിന തടവും അതുപോലെ തന്നെ 45,000 രൂപ പിഴ അടയ്ക്കുവാനും വിധി വരികയുണ്ടായി. ഇങ്ങനെ വിധി വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ ആയിരിക്കാം, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ അതെയോ കുട്ടിയായിട്ട് ഇവർ രണ്ടുപേരും ഇഷ്ടത്തിലായി ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് കൊണ്ടുപോയതാണോ? എന്നിരുന്നാലും കുട്ടിക്ക് 17 വയസ്സാകുന്നതുകൊണ്ട് ഈ സ്ത്രീ പോക്സോ കേസിൽ പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിയമപരമായിട്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി മൈനറാണ്. അവിടെ കുട്ടിയുടെ ആൺകുട്ടിയെ ഈ സ്ത്രീ ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതിന് 30 വയസ്സും 17 വയസ്സുമാണെന്നുള്ളത് നമ്മളിവിടെ കണക്കിലെടുക്കണം. 17 വയസ്സെന്ന് പറയുന്നത് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത് നിയമം, അതായത് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നു. എന്നാൽ ശാസ്ത്രീയമായിട്ട് എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികത, അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സും മറ്റും ഉണർന്നു വരുന്ന, അതായത് ഉണ്ടാകുന്ന പ്രായം കഴിഞ്ഞിട്ട് 10-17 വയസ്സാകുമ്പോൾ ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രവണത അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹം അവനിലുണ്ട്. അത് ബയോളജിക്കലി ശരിയുമാണ്. എന്നാൽ നിയമപരമായി നാം അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ആ കുട്ടിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശത്തെ നാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കറിയില്ല ഈ നിയമപരമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പ്രായം തീരുമാനിക്കുന്നതിൻ്റെ കാര്യം എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം പറയാം, പ്രായപരിധി വയ്ക്കാതെ ഒരു നിവൃത്തിയുമില്ല മുന്നോട്ട് പോകാൻ. 17, 16, 15 എപ്പോൾ വെക്കണമെന്നുള്ളത് നമുക്ക് ഇരുന്ന് തീരുമാനിക്കാനും കഴിയില്ല. അവിടെയാണ് നാം ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. വാസ്തവത്തിൽ എവിടെ വെച്ച് ഇത് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു നിവൃത്തിയുമില്ല. എന്നാൽ ഹൈദരാബാദിലുണ്ടായ സംഭവങ്ങൾ വേറൊരു രൂപത്തിലാണ്. അതായത് അംഗനവാടി ടീച്ചർ നേരെ അംഗനവാടിയിൽ വന്ന 1-2 ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ അത് പോക്സോ കേസിൽ തന്നെ വരണം. അവിടെ നമുക്ക് പ്രായത്തിൻ്റെ വ്യത്യാസം കണക്കിലെടുക്കണം. അപ്പോൾ ഒരു സ്ത്രീ പുരുഷനെ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥയിൽ ഇത്തരം കേസുകളാണ് നാം കൂടുതലായി കാണുന്നത്. അതായത് ടീച്ചർമാർ ആൺകുട്ടികളെ പീഡിപ്പിക്കുന്നു. അങ്ങനെ ഒട്ടനവധി കേസുകൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പരിധിവരെ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീ പീഡിപ്പിക്കുന്ന അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അങ്ങനെ ലൈംഗികമായിട്ട് ഒരു പുരുഷനെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുക എന്നൊരവസ്ഥയിലേക്ക് വരുന്നത് പ്രകടമായി നമുക്ക് കേസിലേക്ക് വരാത്തതിൻ്റെ കാരണം
ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ലൈംഗിക ബന്ധത്തിന് ഒരു സ്ത്രീ നിർബന്ധിച്ച്, അതായത് അവരുടെ സ്വാധീനം കൊണ്ട്, അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്വാധീനമാകാം, അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള സ്വാധീനമാകാം, അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയാണെങ്കിലും പുരുഷൻ സാധാരണ ഇതിൽ അതിന് പരാതി പറയാറില്ല. കാരണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് പരാതി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈംഗികതയല്ല, അദ്ദേഹത്തിൻ്റെ പുരുഷത്വത്തെയാണ് ഇത് ബാധിക്കുന്നത്. അത് മാത്രമല്ല, സമൂഹം അദ്ദേഹത്തെ പുച്ഛത്തോടെ മാത്രമാണ് കാണുക. അതായത് ഒരു സ്ത്രീയാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സമൂഹം അത്ര ഒരു മാന്യമായ വില നൽകുകയല്ല ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതലായും പുരുഷന്മാരാണ് ബലാത്സംഗത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ സ്ത്രീകൾ എന്തുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ, അതായത് പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യുന്നില്ല എന്നുള്ളത് ചോദിച്ചാൽ അതിൻ്റെ ഒന്ന് ഹോർമോണൽ ആയിട്ടുള്ളതാണ്. ഹോർമോൺ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ബലാത്സംഗം ചെയ്യിപ്പിക്കുന്ന ഹോർമോൺ ടെസ്റ്റോസ്റ്ററോണാണ്. ഈ ടെസ്റ്റോസ്റ്ററോണിനെ സംബന്ധിച്ചിടത്തോളം അത് പുരുഷന്മാരിൽ കാണുന്നത് സ്ത്രീയിൽ കാണുന്നതിനേക്കാളും 10-15 മടങ്ങ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. ഇതൊരു ആക്രമണ വാസനയുള്ള ഹോർമോണാണ്. ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലഹളയും ബഹളങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഒരു ഹോർമോണുണ്ട്. അതായത് പുരുഷത്വം തെളിയിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ തന്നെ ഇത് സ്ത്രീകളിൽ വളരെ കുറച്ചേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ശാന്ത സ്വഭാവം സ്ത്രീകളിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ശാന്ത സ്വഭാവം അല്ലാത്ത സ്ത്രീകളൊക്കെ വളരെയധികം ഉണ്ട്. മാത്രമല്ല ലഹളയും ബഹളവും ഉണ്ടാക്കുന്നതിൽ സ്ത്രീകൾക്കും അതിൻ്റെതായ പങ്കുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ പുരുഷനെ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് ഹണി ട്രാപ്പുകളെല്ലാം തന്നെ പുരുഷനെ ബലാത്സംഗം ചെയ്യുകയാണ്. അവിടെ വാസ്തവത്തിൽ പുരുഷനെ ബലം പ്രയോഗിച്ചല്ല ഒരു സ്ത്രീ കീഴടക്കുന്നത്. അവരുടെ മറ്റൊരു രീതിയിലുള്ള ശക്തി, പുരുഷനെ സ്വാധീനിക്കുവാനുള്ള ശക്തി, പുരുഷൻ്റെ ലൈംഗികതയിലേക്ക് കടന്നു കയറി അവരെ വശംവദനാക്കുന്ന ഒരു ശക്തി സ്ത്രീക്കുണ്ട്. ആ ശക്തി ഉപയോഗിച്ച് പുരുഷനെ വശീകരിക്കുകയും തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന രീതിയിൽ ആക്കിയെടുക്കുകയും ചെയ്യുന്നു. സാധാരണ രീതിയിൽ ഇത് കൂടുതലായും ചെയ്യപ്പെടുന്നത് ഈ രീതിയിലുള്ള, അതായത് ഹണി ട്രാപ്പ് പോലെയുള്ള പദ്ധതികളും അതുപോലെ തന്നെ ചാരസംഘടനകളും ഈ രീതിയിൽ ഏർപ്പെടാറുണ്ട്. ലോകത്തിലെ പ്രശസ്തരായ ചാരസംഘടനകൾ മിക്കപ്പോഴും ചെയ്യുന്നത് അവർക്ക് രഹസ്യങ്ങൾ ചോർത്തുവാൻ വേണ്ടി ഏതെങ്കിലും സ്ത്രീകളെ ഉപയോഗിക്കുകയാണ്. ഈ സ്ത്രീകൾ അവരുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവരെ സ്വന്തമായി തോന്നുന്നു, വേണമെങ്കിൽ വിവാഹം വരെ കഴിക്കും. എന്നിട്ട് ആ പുരുഷനിൽ നിന്ന് രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്നു. ഇതും മറ്റൊരു രൂപത്തിലുള്ള സ്ത്രീകൾ നടത്തുന്ന ബലാത്സംഗമാണ്. ഹണി ട്രാപ്പ് പിന്നെ ബലാത്സംഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ വശംവദരാകുകയും അതുപയോഗിച്ച് പണം തട്ടിയെടുക്കുകയും ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി, അതായത് ആ പുരുഷൻ്റെ നഗ്ന ഫോട്ടോയും മറ്റും കാണിച്ച്, അതായത് ആ രീതിയിൽ അവരുടെ മാനം തകർക്കുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം വാങ്ങിയെടുക്കുന്ന ഒരു രീതിയാണല്ലോ ഹണി ട്രാപ്പ്. അതും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷനെ ബലാത്സംഗം ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അവിടെ ഫോഴ്സ് ഉപയോഗിക്കപ്പെടുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അഥവാ ബലാത്സംഗം വഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലിംഗോദ്ധാരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. സത്യം പറയട്ടെ, ഭയപ്പാട് ഉണ്ടാകുകയാണെങ്കിൽ പുരുഷൻ്റെ ലിംഗം ഉദ്ധരിക്കുകയില്ല. അപ്പോൾ സ്ത്രീ എത്ര ശ്രമിച്ചാലും ഒരു ബലാത്സംഗം വഴിക്ക് ഒരു പുരുഷനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് മറ്റു രീതിയിലുള്ള പീഡനങ്ങൾ അവിടെ നടത്തുവാൻ കഴിയും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അധ്യാപികമാരും അഥവാ ആയമാരും അതുപോലെ തന്നെ അംഗൻവാടിയിലെ വർക്കേഴ്സും ഇതുപോലുള്ള കെയർ ടേക്കേഴ്സും എല്ലാം ഇരയെ, അതായത് വളരെ ചെറിയ കുട്ടികളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുവാൻ അവരുദ്ദേശിക്കുന്ന ലൈംഗിക ബന്ധം പെനിട്രേറ്റീവ് സെക്സ് ആയിക്കൊള്ളണമെന്നില്ല, ലിംഗം യോനിക്കുള്ളിലേക്ക് നടത്തുന്ന സെക്സ് ആയിക്കൊള്ളണമെന്നില്ല. ആ രീതിയിൽ നടത്തുന്ന ലൈംഗികത ബലാത്സംഗമായി തന്നെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇനി പ്രായത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് പ്രായം നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 5 വയസ്സായ ഒരു ആൺകുട്ടിയും 3 വയസ്സായ അല്ലെങ്കിൽ 3.5 വയസ്സായ ഒരു പെൺകുട്ടിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് പെനിട്രേറ്റീവ് സെക്സ് അല്ല അവിടെ നടക്കുന്നത്. അത്തരം 1-2 കുട്ടികളെ ഞങ്ങളുടെ ഇവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയുണ്ടായി. ഞാൻ അവരെ രക്ഷിതാക്കളെയാണ് കൗൺസിൽ ചെയ്തത്. ഇത് അവരെ അകറ്റി നിർത്തുക, കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നോക്കുക, അതാണ് നല്ലത്. അതല്ലാതെ ഈ കുട്ടിയെ ഒരു പ്രതിയായി അല്ലെങ്കിൽ കുട്ടിയെ ഇങ്ങനെ ചെയ്ത് തെറ്റാണെന്നൊക്കെ ചികിത്സ ആ രീതിയിൽ നമ്മൾ കൗൺസിൽ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലൈംഗികമായിട്ടുള്ള വളർച്ച ഇല്ലാതാകുകയാണ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറയാം. ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്.
ഈ 6 വയസ്സിൽ സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള ഉണർവ് എല്ലാ കുട്ടികളിലും ഉണ്ടാവും. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവസരം കിട്ടിയാൽ ശ്രമിക്കുകയും ചെയ്യും. അവർ പരസ്പരം ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ലൈംഗികതയുടെ വളർച്ചയുടെ ഒരു പ്രക്രിയ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പരിണാമം മാത്രമാണ്. ആ അവസ്ഥയിൽ അവരെ തെറ്റാണ് എന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം സാഹചര്യങ്ങൾ കൂടുതൽ സൃഷ്ടിക്കാതെ മാറ്റിയെടുക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തെറ്റും ശരിയും എന്നുള്ളതിലേക്കല്ല അവിടെ പോകേണ്ടത്. ഇത്തരം കേസുകളിൽ നമ്മൾ ബലാത്സംഗത്തിനൊക്കെ കേസ് ചാർജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് കഴിയും, ഏത് രീതിയിൽ കഴിയും? അപ്പോൾ പ്രായം 2 വ്യക്തികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഒരു ബലാത്സംഗ കേസ് ചാർജ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള പ്രായം കണക്കിലെടുക്കണം. 45 വയസ്സുള്ള ഒരു വ്യക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സോ അല്ലെങ്കിൽ 12 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോക്സോ കേസിൽ വരണം. അവിടെ യാതൊരു സംശയവുമില്ല. അതേസമയത്ത് 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്, നിയമം മാറ്റിമറിക്കേണ്ടതുണ്ട്, നിയമത്തിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഹോർമോൺ ലെവൽ അവിടെ കുറവായതുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ ലൈംഗികമായിട്ട് ബലാത്സംഗം ചെയ്യുന്നത് വളരെ കുറവാണെങ്കിൽ കൂടി സ്വാഭാവികമായിട്ടും ഇത് അണ്ടർ റിപ്പോർട്ടിങ്, അതായത് അങ്ങനെ വല്ല ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ പോലും അത് പുറത്തറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. വളരെ വളരെ അപൂർവം കേസുകൾ മാത്രമേ നാം പുറത്തറിയപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ലൈംഗിക കാര്യങ്ങളിൽ പറയട്ടെ, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, ബലാത്സംഗം ചെയ്യാനുള്ള പ്രവണത അവരുടെ കൂടെ തന്നെയുണ്ട്. സാഹചര്യങ്ങളാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നത്. നീതിബോധം മറ്റൊരു വസ്തു കൂടി അതിനെ ഇല്ലാതാക്കുന്നുണ്ട്. നീതിബോധം എത്രത്തോളം ഉയർന്നു നിൽക്കുന്നോ അതൊക്കെ ശരി തന്നെ. എന്നാലും സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ ഏത് നീതിമാനും ചിലപ്പോൾ ഈ രീതിയിലുള്ള പ്രവണതകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ബലാത്സംഗം എന്നതിൻ്റെ വില കളയുന്ന വ്യവസ്ഥകളാണിതുള്ളത്. ആ നിയമവ്യവസ്ഥകൾ മാറ്റിമറിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ബലാത്സംഗത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ നിയമപരമായി പറഞ്ഞിരിക്കുന്ന ബലാത്സംഗം പലതും ബലാത്സംഗമല്ല. ഒരുമിച്ചുള്ള സമ്മതത്തോടുകൂടി, അതായത് 2 കൂട്ടരെയും സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും തൻ്റെ കാര്യം സാധിക്കാതെ വരുമ്പോൾ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അത് ബലാത്സംഗമാണെന്ന് കാണിച്ച് കേസ് കൊടുക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല. ഇവിടെ ധനസമ്പാദനത്തിനും അധികാര ദുർവിനിയോഗത്തിനും ആയി ലൈംഗികത മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവണത മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഞങ്ങൾ ഇവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ, വിളിക്കേണ്ട ആവശ്യമില്ല. നന്ദി, നമസ്കാരം.